വളരെ ടഫായിട്ടുള്ളൊരു ടാസ്ക്കായിരുന്നു കേട്ടോ ടിക്കറ്റ് ഫിനാലേക്ക് കൊടുത്തിരുന്നത്. ആ ഒരു ഹാൻഡിൽ പിടിച്ചിട്ട് അതിൽ ചവിട്ടി, ആ ഒരു നേരത്തെ ഹാൻഡിൽ ചവിട്ടി എത്ര നേരം നിൽക്കാൻ പറ്റുമോ അതായിരുന്നു ടാസ്ക് കൊടുത്തിരുന്നത്. അപ്പം അത് ഏറ്റവും കൂടുതലും തളർത്തിയത് ആദിലയായിരുന്നു. ആദില അതിനകത്ത് തല ഇറങ്ങി വീഴുമായിരുന്നു. നമ്മുടെ തക്ക സമയത്ത് ഷാനവാസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഷാനവാസിൻ്റെ ദേഹത്തോട്ടാണ് വീണത്. അതിലേക്ക് വയ്യായിരുന്നു തീരെ. ഷാനവാസ് അപ്പോൾ ആദിലിനെ ഇങ്ങനെ പിടിച്ചിറക്കി അതിലേക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അനീഷും ഷാനവാസും കൂടെ ആദിലെ പിടിച്ച് കൊണ്ടുപോയി നമ്മുടെ കൺഫെഷൻ റൂമിൽ കൊണ്ട് ഇരുത്തുമായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു അവരെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും കൊടുത്തു കാണും. അതിനുശേഷം നമ്മുടെ ആദില ഓക്കെ ആയി. ആ സമയത്ത് നൂറ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആദിലേക്ക് അങ്ങനെ ഒരു വന്നിട്ടും അവിടെ നിൽക്കുന്ന എല്ലാവരോടും നമ്മുടെ നെവിനെ അല്ലെങ്കിൽ ഷാനവാസിക്ക അവളൊന്ന് കൊണ്ടുപോകും, കൺഫെഷൻ റൂമിൽ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗൈഡ് ചെയ്താലും നൂറ അതിന് പിടിവിടാതെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും നൂറയ്ക്ക് അത് ഹോൾഡ് ചെയ്ത് നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നൂറ അത് ചെയ്യുകയും ചെയ്തു. നമ്മുടെ ആര്യൻ്റെയും അതേപോലെ സാബുമാൻ്റെയും കൂടെ പിടിച്ച് നിന്ന ഒരേ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് നൂറയാണ്. ഭയങ്കര സ്ട്രോങ് ഗേളാണ്. നൂറയ്ക്കത് പിടിച്ച് നിൽക്കാൻ പറ്റി. അപ്പം നൂറയ്ക്ക് 7ാമത്തെ പൊസിഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതിൽ വീണ് പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ അതിലേക്കും കുറച്ചും കൂടെ ഒക്കെ നിൽക്കാൻ പറ്റും, അതിനുള്ളൊരു ടോളറൻസ് കപ്പാസിറ്റിയൊക്കെ അതിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അനീഷും ഷാനവാസും ഒക്കെ ഓൾറെഡി ആദ്യം തന്നെ ഇറങ്ങി വന്നായിരുന്നു.